സ്ക്രീന് വിസിബിൾ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ആയിരുന്നു അല്ലെ? നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു പ്രോട്ടോകോള്? എന്തായിരുന്നു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാ? കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയാം. നമ്മളത് TCP, HTTP, HTTPS, SMDP, FTP, DHCP, DNS, അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് പഠിച്ചു. പിന്നെ ഫയർവാൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തതായിരുന്നു ഫയർവാള്. അതുപോലെ വെബ് സെർവർ, എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്നത് വെബ് സെർവറിലായിരുന്നു. പിന്നെ പ്രോക്സി സെർവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് റിക്വസ്റ്റിനൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു പ്രോക്സി സെർവർ. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഈ മൊഡ്യൂളിലെ ഒരു ലാസ്റ്റ് ടോപ്പിക് ആണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി കേട്ടിട്ടുണ്ടോ? സൈബർ സെക്യൂരിറ്റി അതായത് നമുക്ക് പറയാം, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് തന്നെ നമ്മുടെ ഫോണായിരിക്കും അല്ലെ? അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ ഇന്റർനെറ്റിന്റെ യൂസേജ് അത്രയും അധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ഇന്റർനെറ്റ് നമുക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെ, നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുറെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും അല്ലെ, നമ്മുടെ ഇപ്പൊ ഒരു അധികം ആരും കയ്യിൽ ക്യാഷ് കരുതാറില്ല. മീൻസ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ കരുതാറില്ല. നമ്മൾ എല്ലാവരും ഓൺലൈൻ ത്രൂ ആണ് പേയ്മെന്റ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഡിജിറ്റൽ മണി ത്രൂ ആണ് ഇപ്പൊ നമ്മൾ അധികം പേയ്മെന്റ്സും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഷോപ്പിലാണെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നു, എല്ലാം നമ്മൾ നമ്മുടെ ബാങ്കും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്റർനെറ്റിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ ബാങ്കിന്റെ ഇൻഫർമേഷൻസും നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, അതൊക്കെ നമുക്ക് അത്രയും സെക്യൂർ ആയിട്ട് വരണം. അപ്പോൾ അതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം ഡിജിറ്റൽ അറ്റാക്സ്. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ബാങ്കിങ് ഒക്കെ പല രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഹാക്ക് ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, നമ്മുടെ മണിയെല്ലാം എന്താ സ്റ്റീൽ ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഈ ഇന്റർനെറ്റിൽ വരാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഈ സൈബർ അറ്റാക്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോമൺലി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് വരുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഭീഷണിയാകാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് അറിയുന്നതൊക്കെ ആയിരിക്കും. ഒന്നാണ് കമ്പ്യൂട്ടർ വൈറസ്, പിന്നെ വേം, ട്രോജൻ ഹോസ്, ഫിഷിങ്, ഡിനൈൽ ഓഫ് സർവീസ് ആൻഡ് സ്പൂഫിംഗ്. ഇനി ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ സിലബസിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് കമ്പ്യൂട്ടർ വൈറസ്. കേട്ടിട്ടില്ലേ വൈറസ്? കേട്ടിട്ടുണ്ടോ വൈറസ്? കമ്പ്യൂട്ടർ വൈറസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കേൾക്കുന്നില്ലേ പറയണത്? ഹലോ. ആ, അപ്പൊ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ. മാൽവെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിനെ നമ്മൾ പറയുന്നത് മാൽവെയർ എന്നാണ്, അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരു മാൽവെയർ ആണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പൊ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ വൈറസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീസ്. ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീസ്. ഇതാണ് വൈറസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
ഓക്കെ. ഇപ്പൊ നമുക്കറിയാം വൈറസ് എന്നുള്ള കോമൺ ടേം ബയോളജിക്കലി നമുക്കറിയാം. ഇപ്പൊ എന്താ പറയുക, 2019 2020 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കൊറോണ വൈറസ് അല്ലെ, ഇതാ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാലും. അത് ഏത് ഫയലിലാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ആ ഫയലിൽ നിന്ന് അടുത്ത ഫയലിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ നോർമലി നമുക്ക് വൈറസ് ഇപ്പോൾ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ആവാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ വൈറസ് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫയലിൽ വൈറസ് ഉണ്ട്. അപ്പൊ ആ വൈറസ് ഉള്ള ഫയൽ നിങ്ങൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തിട്ട് പെൻഡ്രൈവിലാക്കി നിങ്ങൾ അടുത്ത സിസ്റ്റത്തിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അടുത്ത സിസ്റ്റത്തിൽ നിങ്ങൾ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ കോപ്പി ചെയ്ത ഫയൽ അടുത്ത സിസ്റ്റത്തിൽ നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്നും എന്ത് ചെയ്യും, വൈറസ് ആ സിസ്റ്റത്തിലേക്കും സ്പ്രെഡ് ആവും. അങ്ങനെ പ്രോഗ്രാമുകൾ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഈ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു ഫയലിൽ നിന്നും മറ്റൊരു ഫയലിലേക്ക് പെട്ടെന്ന് തന്നെ അതായത് ഇതിന്റെ കോപ്പി സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ വൈറസിന്റെ പ്രത്യേകത വെച്ചാൽ, ആ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ കമ്പ്യൂട്ടർ വൈറസ് ഉണ്ടാവുക. അതൊരിക്കലും അതിന് ഒറ്റക്ക് എന്ത് ചെയ്യുക, പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആ പ്രോഗ്രാം ഓൺ ആക്കുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത്, അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ആ വൈറസ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ. നമ്മൾ ഫയലിൽ ഒരു വൈറസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് അറിയണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ആ ഫയൽ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, അപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക, വൈറസ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഈ വൈറസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ നമ്മുടെ ആ ഫയലിനെ തന്നെ ഡിലീറ്റ് ചെയ്യാം, നമ്മുടെ സിസ്റ്റം സ്ലോ ചെയ്യാം, അതിലുള്ള കണ്ടന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോഷ്ടിച്ചെടുക്കാനുള്ള, അതേപോലെ സിസ്റ്റം ക്രാഷ് ചെയ്യുക, സിസ്റ്റത്തിന്റെ മൊത്തത്തിൽ തന്നെ ക്രാഷ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വൈറസ് വഴി നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയാ. അപ്പൊ മാൽവെയറിൽ പെട്ടതാണ് വൈറസ്. അപ്പോൾ വൈറസ് മെയിൻ ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ അത് ഡിലീറ്റ് ചെയ്യാം, സിസ്റ്റത്തിന് സ്ലോ ഡൗൺ ചെയ്യാം, അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റീൽ ചെയ്യാം, അതേപോലെ സിസ്റ്റം തന്നെ ക്രാഷ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എന്താ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വരുന്ന ഫസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് വേംസ്. ഓക്കെ. വേം എന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മെലീഷ്യസ് സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിന്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയാം. അപ്പൊ മാൽവെയറിൽ പെട്ടതാണ് നമ്മൾ ഈ പഠിക്കുന്ന വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ്, ഇതെല്ലാം ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ്. ഓക്കെ. നമ്മൾ വൈറസിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേംസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ്. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വൈറസിന്റെ കേസിൽ ഒരു ഫയലിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് വൈറസ്. ഓക്കെ. വൈറസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാൽക്കുലേറ്റർ, അത് കാൽക്കുലേറ്ററിന്റെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടാണ് നമുക്ക് ആ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്, ഇതൊക്കെ ഓരോ പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ അവരാരോ എഴുതിയ ഒരു പ്രോഗ്രാം ആണ് എന്ത്, വൈറസ് എന്ന് പറയുന്നതും. പക്ഷെ ഈ വൈറസിന്റെ പ്രത്യേകത, അതൊരു ഫയലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. അതിനൊറ്റക്ക് എന്താ എക്സിസ്റ്റൻസ് ഇല്ല. ആ ഫയൽ ഓപ്പൺ ആക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്. നേരെ മറിച്ച് വേംസ്, കമ്പ്യൂട്ടർ വേമിന്റെ കേസിൽ അത് ഒരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ്. അതിന്റെ ഒരു വേറെ ഫയലിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഒറ്റക്ക് തന്നെ നിൽക്കാനുള്ള കഴിവ് അതിനുണ്ട്, എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് സ്റ്റാൻഡ് അലോൺ മാൽവെയർ എന്ന് പറയുന്നത്. അത് റെപ്ലിക്കേറ്റ്സ് ഇറ്റ് സെൽഫ്, അതായിട്ട് തന്നെ ഒറ്റക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ വൈറസിന്റെ കേസിൽ നമ്മളത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. വേംസിന്റെ കേസിൽ അത് റെപ്ലിക്കേറ്റ്സ് ഇറ്റ് സെൽഫ് ഇൻ ഓർഡർ ടു സ്പ്രെഡ് ടു അതർ കമ്പ്യൂട്ടേഴ്സ്. അത് ഒറ്റക്ക് നിന്ന് തന്നെ എന്ത് ചെയ്യും, ബാക്കിയുള്ള കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓപ്പൺ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ. വേം സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഓൺ ഇറ്റ്സ് ഓൺ. അത് സ്വന്തമായിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ഒരു എന്താ സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ്. വൈറസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ഫയലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വൈറസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേംസിന്റെ കേസിൽ ഡസ് നോട്ട് നീഡ് ടു അറ്റാച്ച് ഇറ്റ്സെൽഫ് ടു എ പ്രോഗ്രാം. അതിന് വേറൊരു പ്രോഗ്രാമിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല.
ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾക്കൊരു ഇമെയിൽ, നമ്മളിപ്പോൾ മെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മെയിലൊക്കെ അധികം സാധാരണയായിട്ട് വേംസ് അറ്റാക്ക് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലെ നമ്മുടെ ജിമെയിലിനുള്ളിലൊരു മെയിലിലൂടെ ഏതെങ്കിലും ഒരു വേം കയറി എന്ന് വിചാരിച്ചോ. അങ്ങനെ ഈ വേം കയറി കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ജിമെയിലിൽ നമുക്ക് ഒരുപാട് മെയിൽ ഐ ഡീസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മൾ കുറെ മുമ്പ് മെസ്സേജ് ചെയ്ത മെയിൽ ഐ ഡീസ് ഒക്കെ അതിലുണ്ടാവും. അതിലുള്ള എല്ലാ മെയിലിലേക്കും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വേംസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അത് ഒറ്റക്ക് തന്നെ എന്ത് ചെയ്യും, അതിലുള്ള എല്ലാ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അഡ്രസ് ബുക്കിലേക്കും എന്ത് ചെയ്യും, വേംസിനെ സെൻഡ് ചെയ്യും. അങ്ങനെ ആ ബാക്കിയുള്ള സിസ്റ്റത്തിലും കൂടെ അത് എഫക്ട് ചെയ്യും. അതാണ് വേമിന്റെ പ്രത്യേകത. വേംസ് കയറി കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. പക്ഷെ വൈറസിന്റെ അത്രയും ഡേഞ്ചർ അല്ല വേംസ് എന്ന് പറയുന്നത്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണെങ്കിൽ കൂടി വൈറസിനെ നമ്മൾ പറഞ്ഞ സിസ്റ്റത്തിനെ മൊത്തത്തിൽ തന്നെ ക്രാഷ് ചെയ്യാനുള്ള കഴിവുണ്ട്. വേംസ് എന്ന് പറഞ്ഞാൽ നോർമലി എന്ത് ചെയ്യുക, സിസ്റ്റത്തിന്റെ വർക്കിംഗ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേംസ് ചെയ്യുന്നത്. തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കുക. രണ്ടും മാൽവെയർ ആണ്. വൈറസിന് എപ്പോഴും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫയലിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ആകുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്. വേംസിന്റെ കേസിൽ അത് സെപ്പറേറ്റ് ഫയലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ആണ് ട്രോജൻ ഹോഴ്സ്. ക്ലിയർ അല്ലേ വൈറസും വേംസും? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സൈബർ ത്രെഡ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ട് എക്സാമിന് വരാറുണ്ട് 10 മാർക്കിനൊക്കെ. ട്രോജൻ ഹോഴ്സ് ക്ലിയർ അല്ലേ? എത്രയും പറഞ്ഞത് വൈറസും വേംസും ക്ലിയർ അല്ലേ? ഇനി പറയണോ? ക്ലിയർ ആണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഏതാണ് വൈറസ് എന്ന് പറഞ്ഞാൽ? എന്താ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ഓക്കെ. പ്രോഗ്രാം ആണ്. അത് എന്താന്ന് വെച്ചാൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കൊറോണ വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് പനി, ഭയങ്കര ക്ഷീണം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അത് ലാസ്റ്റ് മരണത്തിലേക്ക് തന്നെ നയിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കും. അതുപോലെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ് വൈറസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകളൊക്കെ ഡിലീറ്റ് ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവും. സിസ്റ്റം ഒന്ന് സ്ലോ ആവും. ചില സമയത്തൊക്കെ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്നത് കാണാം നമ്മുടെ സിസ്റ്റം ഒക്കെ. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിലുള്ള കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യുക, സ്റ്റീൽ ചെയ്യുക, മോഷ്ടിച്ചെടുക്കുക. പിന്നെ സിസ്റ്റത്തിന് മൊത്തം തന്നെ എന്ത് ചെയ്യുക, ക്രാഷ് ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ വൈറസ് മൂലം നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്നത്. അപ്പൊ ഈ വൈറസ് എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്. അതായത് അത് താനെ അതിന്റെ കോപ്പീസ് നമുക്ക് ഒരൊറ്റ വൈറസിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ തന്നെ ആ സെയിം വൈറസിന്റെ ഒരുപാട് കോപ്പീസ് ബാക്കിയുള്ള ഫയലിലേക്കൊക്കെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് പോകും. പക്ഷെ വൈറസിന്റെ പ്രത്യേകത അത് ഒറ്റക്ക് റൺ ചെയ്യാൻ പറ്റൂല. ഒരു ഫയലിന്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ കൂടെയാണ് വൈറസ് ഉണ്ടാവുക. ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുക. ക്ലിയർ ആണോ? ഇനി വേംസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ മാൽവെയർ ആണ്. അതായത് വൈറസ് നമ്മൾ പറഞ്ഞു ഒരു ഫയൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഫയൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലുമൊക്കെ കോപ്പി ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പെൻഡ്രൈവ് വഴി കയറ്റാണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ എന്തുണ്ട്, ആ പാട്ടിന്റെ കൂടെ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത സിസ്റ്റത്തിലും കൂടെ ബാധിക്കും. ഇപ്പൊ വേം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫയലിന്റെ കൂടെ വൈറസ്, ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഫയലിന്റെ കൂടെ തന്നെ വൈറസ് ഉണ്ടാവണം. വേംസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് വേംസിന്റെ പ്രത്യേകത. സ്റ്റാൻഡ് അലോൺ ആണ്. അത് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേംസിന് ഉണ്ട്. വേംസും നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിച്ചു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം ഒന്ന് സ്ലോ ആവും, ഒന്ന് ഹാങ് ആവും, നമുക്ക് കുറെ ടൈം എടുക്കും ഓരോന്ന് ലോഡ് ചെയ്ത് വരാൻ. ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ് വേംസ് വന്നാലും ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ആണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ഒരു മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ, ട്രോജൻ ഹോഴ്സ് എന്നുള്ള പേര് ഒരു ഗ്രീക്ക് മിത്തോളജി എന്നാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്, ട്രോജൻ ഹോഴ്സ് എന്ന്. അതായത് ഗ്രീക്സിലെ അവരെന്ത് ചെയ്തു, പണ്ട് സിറ്റി ഓഫ് ട്രോയ് എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റിനെ ഇവർക്ക് ആക്രമിക്കണം. അപ്പൊ ഇവര് എന്ത് ചെയ്തു, ഒരു വുഡൻ ഹോഴ്സ് ഉണ്ടാക്കി. അതായത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര, ഒരു വലിയൊരു കുതിരനെ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്തു, ഈ സിറ്റി ഓഫ് ടോയ് എന്ന് പറയുന്ന ആ പ്ലേസിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ പ്രസന്റ് ചെയ്തു. അപ്പൊ അവര് വിചാരിച്ചു ഓക്കെ ഇത് ഗ്രീക്സ് എന്ന് വന്ന ഗിഫ്റ്റ് ആണ് എന്ന് അവർ ഹാപ്പി ആയിട്ട് അത് സ്വീകരിച്ചു. പക്ഷെ ആ ഒരു കുതിര വലിയ കുതിരയായിരുന്നു കേട്ടോ, മരത്തിന്റെ. ആ കുതിരയുടെ ഉള്ളില് നിറയെ അവിടുത്തെ സോൾജേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പൊ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വുഡൻ ഹോസ് വലിയൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ സിറ്റി ഓഫ് ടോയ്ക്ക് കൊടുത്തത്. അപ്പൊ അവിടെ ഈ എന്താ സിറ്റിന്റെ ഉള്ളിൽ പ്രവേശിച്ച ഉടനെ എന്ത് ചെയ്തു, ഈ വുഡൻ ഹോസിന്റെ ഉള്ളിലുള്ള സോൾജേഴ്സ് എല്ലാം പുറത്ത് വന്ന് അവരെ അറ്റാക്ക് ചെയ്തിട്ട് ആ സിറ്റി കീഴടക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് ട്രോജൻ ഹോസ്. അതായത് ആ ഒരു മിത്തോളജിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ത്രെഡിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്, ട്രോജൻ ഹോസ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതായത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഒരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നും. പക്ഷെ അതെന്താ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ട്രോജൻ ഹോസ്. നമ്മൾ ആ ഒരു സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ കാണുമ്പോൾ ഒരു വുഡന്റെ വലിയൊരു ഹോസ് ആയിരുന്നു, പക്ഷെ അതിനുള്ളിൽ ഫുൾ എന്തായിരുന്നു, സോൾജേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെയിം വേ ഇവിടെ കാണുമ്പോൾ നമുക്കൊരു എന്താ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെ തോന്നും. പക്ഷേ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ മൊത്തത്തിൽ ഡാമേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, ആ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻ ഒക്കെ നശിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ട്രോജൻ ഹോസ് വഴി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇപ്പം നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പരസ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഗെയിമിൻ്റെതേ അല്ലെങ്കിൽ നമുക്ക് ഇത്ര ക്യാഷ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് കുറേ ആപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് വിശ്വസിച്ച് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. ചിലപ്പോൾ അതെന്തായിരിക്കാം, ഇതുപോലെ സൈബർ സെക്യൂരിറ്റി ത്രെട്ടിൽ വരുന്ന ഏതെങ്കിലും ഒന്നായിരിക്കും, നമ്മൾ അറിയുന്നില്ല. കാണുമ്പോൾ നമുക്കൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നും, പക്ഷെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കും. അപ്പം എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് എന്താ ശരിക്കുള്ള ആൾക്കാരിൽ നിന്ന് വരുന്നതാണോ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. ക്ലിയർ അല്ലേ ട്രോജൻ ഹോസ്? പറയണോ? നെക്സ്റ്റ് വരുന്നതാണ് ഫിഷിങ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൺലൈന് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഐഡന്റിറ്റി തെഫ്റ്റിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി തെഫ്റ്റ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലൈൻ. അതായത് ഇന്റർനെറ്റിൽ നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ നമ്മളെ മോഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയെല്ലാം എന്ത് ചെയ്യുക, സ്റ്റീൽ ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് സാധാരണ ഒരു മെസ്സേജ് വരാറുണ്ട്. ഇപ്പം ഇങ്ങനെ ബാങ്കിൽ നിന്നാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ ശരിക്കുള്ള ബാങ്കിൽ നിന്നാണ്, ഇപ്പം നമ്മുടെ ഒരു കനറ ബാങ്കിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം വരുന്നുണ്ടാവുക. അപ്പം ചിലപ്പോൾ ആക്ച്വൽ കനറ ഒരു ബാങ്കിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, ശരിക്കും അത് ആക്ച്വൽ ലിങ്ക് ആവില്ല, സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കാണുമ്പോൾ ആ ലിങ്ക് ഒക്കെ നമ്മുടെ ബാങ്കിന്റെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യും. നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റിലേക്കാവും പോവാം. അപ്പോൾ ആ സൈറ്റിൽ കയറി നിങ്ങൾ നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവരവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ മോഷ്ടിച്ചിട്ട് അവരിൽ നിന്ന് ക്യാഷ് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്കറിയാം ഇന്റർനെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ എന്ത് ചെയ്യുക, മോഷ്ടിക്കുക. അതായത് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബാങ്കിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യുന്ന പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷിംഗ് വെബ്സൈറ്റിന് ഒരു URL ഉണ്ടാവും. URL എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞത് ഇപ്പോൾ www.google.com എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ നെയിം വരുന്നതാണ് URL. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹോം പേജ് ഒക്കെ, ഒരു പേജൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ മൊബൈലൊക്കെ എന്ത് വരിക, മെസ്സേജ് വരിക. അപ്പൊ ആ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു URL ആയിരിക്കും, അതെന്തായിരിക്കും, ഫേക്ക് ആയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള URL ആയിരിക്കും ഉണ്ടാവുക. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒറിജിനൽ ആണെന്ന്, പക്ഷെ അതെന്തായിരിക്കും, ജസ്റ്റ് ഫേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മിസ്ലീഡിങ് വെബ്സൈറ്റിനെ പറയുന്ന പേരാണ് സ്പൂഫിംഗ് എന്നാണ് പറയാം. ഓക്കെ, ആ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് കറക്റ്റ് ആണെന്നൊക്കെ, പക്ഷെ അതെന്തായിരിക്കും, ഒറിജിനൽ ആവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒറിജിനൽ ഇപ്പൊ കനറ ബാങ്കിന്റെ ഇപ്പോൾ www. അല്ലെങ്കിൽ SBIന്റെ ഒക്കെ ആണെങ്കിൽ SBI.online.com അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. online.com എന്നൊക്കെ ആയിരിക്കും അതിന്റെ URL ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇതിന്റെ സാമ്യമായിട്ട് അവരെന്ത് ചെയ്യും, വേറെ ഇപ്പൊ www.sbi.
SBI.com അങ്ങനെ ഓൺലൈനൊന്നും ഇല്ലാതെ വെറും SBI.com ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ലിങ്കിൽ വരിക. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് SBIന്റെ ബാങ്കിന്റെ ലിങ്ക് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അവർ സ്റ്റീൽ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ മോഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ ഉണ്ടാക്കുന്ന വെബ്സൈറ്റിനെ പറയുന്ന പേരാണ് സ്പൂഫിംഗ് എന്നാണ് പറയാം. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നോർമൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നും, പക്ഷെ അതെന്താ മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് സ്പൂഫിംഗ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ യൂസേഴ്സിന്റെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഇതെല്ലാം വെബ് പേജിൽ നമ്മൾ കൊടുക്കും. അതെന്ത് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ മണി എല്ലാം സ്റ്റീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് ഡിനൈൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡോസ് എന്നും കൂടെ പറയും. ഡിനൈൽ ഓഫ് സർവീസ് ഇതെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അതായത് സാധാരണ ഇത് സെർവറിനൊക്കെയാണ് ബാധിക്കുന്നത്. സെർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് സെർവറിലാണ്. അപ്പൊ അങ്ങനെയുള്ള സെർവറിലാണ് ഇത് സാധാരണ ഡിനൈൽ ഓഫ് സർവീസ് ഒക്കെ ബാധിക്കാറുള്ളത്. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് റീസെന്റ് നമുക്ക് +2 അല്ലെങ്കിൽ 10th ഒക്കെ റിസൾട്ട് വന്നു. അപ്പൊ ഈ റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പൊ റിസൾട്ട് ഇപ്പൊ 3 മണിക്ക് അല്ലെങ്കിൽ 3:30 പബ്ലിഷ് ചെയ്യുന്നു പറയും ഗവൺമെന്റ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ എല്ലാവരും ഈ 3 മണിയാകുമ്പോൾ കറക്റ്റ് എല്ലാവരും എന്ത് ചെയ്യും, സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഒരേ സമയം സെർവറിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര ആൾക്കാരെ റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരേ സമയം ആ കപ്പാസിറ്റിയിൽ കൂടുതൽ റിക്വസ്റ്റുകൾ വന്നാൽ എന്താവും, അവിടെ കുറച്ച് നേരം സെർവർ എന്താവും, ഒന്ന് ഡൗൺ ആവും. അപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മൾ സെർവർ ഡൗൺ ആയി നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ അല്ലെ. അതൊക്കെയാണ് നോർമലി കേസിലുള്ള ഒരു ഡിനൈൽ ഓഫ് സർവീസിന് എക്സാമ്പിൾ ആണ് ഇത്. അത് എന്ന് പറഞ്ഞാൽ നോർമലി അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതായത് കപ്പാസിറ്റി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാറുണ്ട്. അതുപോലെ ഇത് മനഃപൂർവ്വം എന്ത് ചെയ്യുക, സെർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റ് ഒന്നിച്ച് അങ്ങോട്ട് കൊടുക്കുക. എന്തെങ്കിലും റിക്വസ്റ്റുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സെർവറിനെ കുറച്ചു നേരം ഹാങ് ചെയ്ത് വെക്കുക. ആ ഒരു പരിപാടിയാണ് ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്യൂ ടു ദിസ് അറ്റാക്ക് ദ കമ്പ്യൂട്ടർ ഫോഴ്സ്ഡ് ടു റീസ്റ്റാർട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, കുറച്ച് സമയത്തേക്ക് ആ സെർവറിന്റെ വർക്കിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതാണ് ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലർ യൂട്യൂബിന്റെ സെർവർ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ സെർവർ ഒക്കെ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റുകൾ എന്ത് ചെയ്യുക, കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ആ റിക്വസ്റ്റിനെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവില്ല സെർവറിന്. അപ്പൊ അതെന്താ, ഓട്ടോമാറ്റിക് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കുറച്ച് സെക്കൻഡിന് സമയത്തേക്ക് എന്താവും, സെർവറിന്റെ വർക്കിംഗ് അവിടെ നിൽക്കും. അതാണ് ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് സ്പൂഫിങ്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ സ്പൂഫിംഗ് മീൻസ് പ്രിറ്റൻഡിങ് ടു ബി സമ്മൺ എൽസ്. അതായത് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കുക. അതാണ് സ്പൂഫിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിംഗ് പറഞ്ഞ പോലെ തന്നെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി, അതേപോലെ നമ്മുടെ അറ്റാക്കർ എന്ത് ചെയ്യും, നമുക്കൊരു ഇമെയിൽ സെൻഡ് ചെയ്യും. ആ ഇമെയിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ബാങ്ക് എന്നുള്ള ഇമെയിൽ തന്നെയാണ്. അതുപോലെ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് റിയൽ ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ അതിൽ ലോഗിൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുക്കും. അപ്പം അത് വഴി എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇതാക്കി എടുക്കുക. അതായത് ഫിഷിങ്ങിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ സ്പൂഫിംഗ് എന്ന് പറയുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ആ മിസ്ലീഡിംഗ് വെബ്സൈറ്റ്, അതിനെ പറയുന്ന പേരാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിങ്ങിൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളെ പറയുന്ന പേരാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിനെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, പക്ഷെ അത് ആക്ച്വലി എന്തായിട്ടുണ്ടാവും, മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റുകളാണ് സ്പൂഫിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫിഷിങ്, അതുപോലെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഇതിലൊക്കെയാണ് നമ്മൾ നോർമലി ഈ സ്പൂഫിങ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, സൈബർ അറ്റാക്കുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കെയർഫുൾ ആയിട്ട് ഒരു ലിങ്ക് വരുമ്പോൾ നമ്മുടെ ഫോണിൽ നമുക്കൊരു ലിങ്ക് വന്ന ഉടനെ തന്നെ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മുടെ സൈബർ ത്രെറ്റ്സിൽ വരുന്നത്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ
എന്താ ഇന്റർനെറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക്സിനെ പറയുന്ന പേരാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇന്റർനെറ്റിനെ ബാധിക്കുന്ന കുറച്ച് ത്രെഡ്സുകൾ ഉണ്ട്, കോമൺ ത്രെഡ്സ്. അത് വരുന്നത് കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ്, ഫിഷിംഗ്, ഡിനൈൽ ഓഫ് സർവീസ് ആൻഡ് സ്പൂഫിംഗ്. ക്ലിയർ അല്ലേ എത്രയും പറഞ്ഞത്? ഇനി പറയണോ? പറയണോ ഇനി? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടോ, ഇനി പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂള് നമുക്ക് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂള് വരുന്നത്. ഫോർത്ത് മൊഡ്യൂള് നമുക്ക് മെയിൻ ആയിട്ട് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് ഇന്റർനെറ്റ്, പിന്നെ അതിന് നെറ്റ്വർക്കിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, കമ്മ്യൂണിക്കേഷൻ മീഡിയം ഏതൊക്കെയാന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ എന്താണ് IP അഡ്രസ്സ്, സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് നോക്കി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് ഡിവൈസുകൾ, റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, ഇതർനെറ്റ് കാർഡ്, ക്രിമ്പിംഗ് ടൂൾസ്, പിന്നെ എന്താണ് ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്, അതിൽ യൂസ് ചെയ്യുന്ന URL എന്തൊക്കെയാണ്, പിന്നെ എന്താണ് വേൾഡ് വൈഡ് വെബ്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്, പിന്നെ ഇപ്പം നമ്മളെടുത്ത സൈബർ സെക്യൂരിറ്റി. ഇത്രയാണ് ഈ ഫോർത്ത് മൊഡ്യൂളിൽ ഉള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടോട്ടൽ 5 മൊഡ്യൂളാണ് ഇതിനകത്തുള്ളത്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂൾ നമുക്ക് വരുന്നത് എന്താണ് ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, അതുപോലെ വെബ് യൂട്ടിലിറ്റീസ്. സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മളതൊന്ന് പരിചയപ്പെട്ടു പോവാം. ഇമെയിൽ, സെർച്ച് എഞ്ചിനൊക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെ ആവും. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്കിതിൽ നോക്കാനുള്ളതാണ് എന്താണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ വെബ് ബ്രൗസർ? വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ അറിയോ ആർക്കെങ്കിലും? വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ അറിയോ? ആർക്കെങ്കിലും അറിയോ വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടാ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ. ഹലോ. യെസ്, വെരി ഗുഡ്. ഗൂഗിൾ ക്രോം, അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, പിന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെയാണ് വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ. അതായത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് ബ്രൗസറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാണ്, അപ്പോൾ സപ്പോസ് ഒരു കമ്പ്യൂട്ടർ വിചാരിച്ചു, അപ്പോൾ നിങ്ങളോട് ഒരാൾ പറഞ്ഞു ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ജിമെയിലിൻ്റെ ആപ്പ് അല്ലാതെ ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യും അല്ലേ. ഇപ്പോൾ ഗൂഗിൾ ക്രോമാ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജാ, ഏതെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏത് ബ്രൗസറാണോ ഉള്ളത് ആ ബ്രൗസർ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യും, www.gmail.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ആ ജിമെയിലിൻ്റെ പേജ് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു പേജ് സർവറിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ നമുക്ക് ആര് വേണം, വെബ് ബ്രൗസർ വേണം. ഓക്കെ, അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അത് നമ്മുടെ വെബ്സൈറ്റ്, ഇന്റർനെറ്റിൽ നമുക്കറിയാം ഒരുപാട് വെബ്സൈറ്റുകൾ, ഇപ്പോൾ ജിമെയിൽ ഇതൊക്കെ ഓരോ വെബ്സൈറ്റാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നമ്മൾ www.youtube.com എന്ന് അടിച്ചു കൊടുത്താലാണ് യൂട്യൂബ് വരിക. അപ്പോൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വെബ് ബ്രൗസർ. ഓക്കെ, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. that is used to access and view the website on the internet. ഇന്റർനെറ്റിലുള്ള വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റുകളെ ഓപ്പൺ ചെയ്യുക, എന്തെങ്കിലും ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്യുക, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് വീഡിയോസ് കാണാം, ഫോംസ്, ആർട്ടിക്കിൾസ്, ഇതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് വെബ് ബ്രൗസറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെബ് ബ്രൗസറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വെബ് പേജുകളെ ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വെബ് പേജസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഇന്റർനെറ്റിൽ കാണുന്ന പേജുകൾ. ഓക്കെ, അതിനാണ് വെബ് പേജ് എന്ന് പറയുക. ഈ വെബ് പേജുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു 3 ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. HTML നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വെബ് പേജുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഇങ്ങനെയുള്ള വെബ് പേജുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്യുക,
പിന്നെ അതുപോലെ ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ ബുക്ക് മാർക്ക്, ഹിസ്റ്ററി ഒക്കെ സ്റ്റോർ ചെയ്യുക, എക്സ്റ്റൻഷൻസ് ഒക്കെ ആഡ് ചെയ്യുക, അതുപോലെ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്യാം. ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. 1990-ലാണ് ടിം ബേണേഴ്സ്-ലീ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് വേൾഡ് വൈഡ് വെബ് എന്നായിരുന്നു അയാളുടെ ആദ്യത്തെ വെബ് ബ്രൗസർ. നമ്മൾ പറയുന്ന വേൾഡ് വൈഡ് വെബ് ആയിരുന്നു ആദ്യത്തെ വെബ് ബ്രൗസർ. സേൺ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ പേര് ജസ്റ്റ് ഓർത്ത് വെക്കുക. ടിം ബേണേഴ്സ്-ലീ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് വെബാണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇനി വെബ് ബ്രൗസറിന്റെ ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് ഇപ്പോൾ www.kerala.gov.in അങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ ആ റിക്വസ്റ്റ് നേരെ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്ന് നമ്മളിത് സെർച്ച് ചെയ്യണം. അപ്പം റിക്വസ്റ്റ് നേരെ നമ്മുടെ സെർവറിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. സെർവറിൽ ഇപ്പോൾ ഈ കേരള ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണ ഒരു സെർവർ ഉണ്ടാവും. ആ സെർവറിലേക്ക് എന്ത് ചെയ്യും, ഇത് പോയി കൊടുക്കും. സെർവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വെബ്സൈറ്റുകളെ എന്ത് ചെയ്യും, നമുക്കറിയാം നമ്മൾ ഈ കൊടുക്കുന്ന ഇത് ഡയറക്റ്റ് സെർവറിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ഈ IP അഡ്രസ്സിനെ നമുക്കറിയാം, ഈ IP അഡ്രസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് DNS. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു DNS യൂസ് ചെയ്തുകൊണ്ട് ഒരു IP അഡ്രസ് ജനറേറ്റ് ചെയ്തിട്ട് നേരെ സെർവറിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ വെബ് ബ്രൗസർ സെർവറിൽ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ സെർവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ഏതാണോ അത് തിരിച്ച് ഈ ക്ലയന്റിന് ആരാണോ അത് റിക്വസ്റ്റ് ചെയ്തത് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഒരു വെബ് ബ്രൗസറിന്റെ നോർമൽ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് HTTP അല്ലെങ്കിൽ HTTPS എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് നമുക്ക് വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് വെബ് ബ്രൗസേഴ്സ് ആണ്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, അതുപോലെ ഒപ്പേര. അപ്പോൾ ഗൂഗിൾ ക്രോം അതൊക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഇതാണ് അതിന്റെ സിമ്പിൾ വരിക ഗൂഗിൾ ക്രോമിന്റെ. അതൊരു ഫ്രീ വെബ് ബ്രൗസർ ആണ്. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് മോസ്റ്റ് പോപ്പുലർ ബ്രൗസറാണ്. ഇപ്പം നമ്മൾ അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. കാരണം എന്താ വെച്ചാൽ ഈസി ആയിട്ട് നമുക്കിതിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഒക്കെ എളുപ്പത്തിൽ ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരുപാട് സൈറ്റുകൾ, ഒരുപാട് ടാബുകൾ ഒരേ സമയം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ബ്രൗസ് ചെയ്യാം. നമ്മുടെ ഹിസ്റ്ററി ഒന്നും സേവ് ചെയ്യാതെ നമുക്ക്, അതാണ് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് എക്സ്ട്രാ എക്സ്റ്റൻഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ബുക്ക് മാർക്ക്, പാസ്വേഡ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് വെച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ബ്ലോക്ക് ചെയ്യുക, അൺസേഫ് ആയിട്ടുള്ള അത് വൈറസ് ഒക്കെ ഉള്ള വെബ്സൈറ്റുകൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഗൂഗിൾ ക്രോമിൽ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു വെബ് ബ്രൗസറാണ്. ഗൂഗിൾ വെബ് ബ്രൗസറിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്. ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ, ഇതാണ് ഗൂഗിൾ ക്രോം. ഇപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, അപ്പം എനിക്ക് എന്താണോ സെർച്ച് ചെയ്യുന്നത്, www.gmail ആണെങ്കിൽ gmail.com നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ജിമെയിലും ഇതെല്ലാം സെർവറിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ കൊടുക്കുന്ന റിക്വസ്റ്റിനെ, ഇപ്പം ഞാനിവിടെ ജസ്റ്റ് www.google.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതാണ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൽ വന്നിട്ടുണ്ട്. ഈ റിക്വസ്റ്റിന് എന്ത് ചെയ്യും, നേരെ സെർവറിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും, സെർവറിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരും. നമുക്ക് ആ ഒരു പേജ് നമുക്ക് റെസ്പോണ്ട് ആയിട്ട് തരും. ഇതാണ് ഒരു വെബ് ബ്രൗസർ.
പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എക്സ്ട്രാ എക്സ്റ്റൻഷൻസും നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ഓസം എന്ന് പറയുന്ന സ്ക്രീൻ റെക്കോർഡ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ മലയാളം ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ബ്രൗസറിൻ്റെ കൂടെ വരുന്നതാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ URL ടൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോമിന്റെ വെബ് ബ്രൗസർ. നെക്സ്റ്റ് വരുന്ന വെബ് ബ്രൗസറാണ് എഡ്ജ്. ഇതാണ് എഡ്ജിന്റെ വെബ് ബ്രൗസർ, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇത് വേറെ വെബ് ബ്രൗസറാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഇന്റർഫേസ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് മോസില്ല ഫയർഫോക്സ്. ഇത് പറഞ്ഞത് മറ്റൊരു വെബ് ബ്രൗസറാണ്, ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറാണ്. മോസില്ല എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ പ്രൈവസി പ്രൊട്ടക്ഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാക്കിംഗ് ഒക്കെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലിനക്സ് ഒക്കെ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ബ്രൗസറാണ് മോസില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കോഡ് പബ്ലിക് ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ കോഡൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് മാർക്കും പാസ്വേഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ റെഗുലർ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വെബ് പേജ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മോസില്ല ഫയർഫോക്സിന്റെ പ്രത്യേകത. ഇതെല്ലാം വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ ആട്ടാം. നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടേതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തതാണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിൻഡോസിന്റെ കൂടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും ഇത് വരിക. ഓക്കെ, അത് നമുക്ക് ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. പിന്നെ മോഡേൺ വെബ്സൈറ്റിന്റെ കൂടെ ഒക്കെ നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ക്രോമിന്റെ പോലെ തന്നെ ഫാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ എല്ലാ വിൻഡോസിന്റെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് വെബ് പേജുകളെ നമുക്ക് സേവ് ചെയ്യാൻ, ഇമേജസ്, നോട്ട്സ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു എക്സ്റ്റൻഷൻ, നമുക്ക് അങ്ങനത്തെ എക്സ്റ്റൻഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. നെക്സ്റ്റ് ആണ് ഒപ്പേര ബ്രൗസർ. ഒപ്പേര എന്ന് പറയുന്നത് ഒരു ഫ്രീ വെബ് ബ്രൗസർ തന്നെയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്പീഡും വളരെ കൂടുതലുള്ള വെബ് ബ്രൗസറാണ് ഒപ്പേര എന്ന് പറയുന്നതും. അത് 2025 അതിന്റെ പുതിയ എഡിഷനായ ഒപ്പേര എയർ എന്ന് പറയുന്നത് അവര് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഒരുപാട് ഈസി ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒപ്പേര ബ്രൗസർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണോ, ക്രോം ആണോ എഡ്ജ് ആണോ എന്നുള്ളതൊക്കെ. ഇനി സഫാരി എന്ന് പറയുന്നത് ആപ്പിൾ എന്ന കമ്പനി. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം അറിയുണ്ടാവും ഐഫോൺ അല്ലെ, ഐഫോണൊക്കെ ആപ്പിൾ എന്ന കമ്പനിയുടേതാണ്. ഈ ആപ്പിൾ എന്നുള്ള ഡിവൈസുകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെബ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാക് കമ്പ്യൂട്ടേഴ്സ്, അതായത് ആപ്പിളിന്റെ കമ്പ്യൂട്ടേഴ്സ് ആണ് മാക് കമ്പ്യൂട്ടേഴ്സ്, അവരുടെ ഫോണാണ് ഐഫോണ് അല്ലെങ്കിൽ ഐപാഡ്. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസറാണ്. ക്ലിയർ അല്ലേ വെബ് ബ്രൗസേഴ്സ്? പറയണോ? ക്ലിയർ അല്ലേ? അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. ഇന്റർനെറ്റിലുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഇത്ര കുറേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കുക: ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പേര. ഇതാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ്. നമ്മൾ സെർച്ച് എഞ്ചിന് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരും വെബ് ബ്രൗസറിന്റെ പേരും രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ പേരുകൾ കറക്റ്റ് പഠിച്ചു വെക്കട്ടോ. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പേര. ഇത്രയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ്. ഇനി നമുക്ക് ഈ വെബ് ബ്രൗസറിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുക്കീസ് ആൻഡ് ക്യാഷസ്. ഓക്കെ, കുക്കീസ് ആൻഡ് ക്യാഷസ്. കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഫയലാണ്, നമ്മുടെ വെബ് ബ്രൗസറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്മോൾ ഫയലാണ്. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് നിങ്ങളിപ്പോൾ ഒരു ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യണോ എന്നുള്ളത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ അങ്ങനെ നമ്മൾ എസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യും,
ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അതിൽ തന്നെ വരും. നമ്മൾ പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ അങ്ങനെ ആയിരിക്കും. ജിമെയിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമേ നമ്മൾ എന്ത് യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് അത് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ സേവ് ചെയ്യുന്ന ഒരു ഫയലാണ് കുക്കീസ് എന്ന് പറയുന്നത്. ഒരു സ്മാൾ ഫയലാണ് ക്രിയേറ്റഡ് ബൈ ദി വെബ്സൈറ്റ്. അതായത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ജിമെയിൽ ആണെങ്കിൽ നമ്മൾ ജിമെയിലിന്റെ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്യാൻ വേണ്ടി അവർ ഒരു കുക്കി ഒരു സ്മാൾ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്വേഡ് അതുപോലെ നമ്മുടെ പ്രിഫറൻസസ് നമ്മുടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുക്കിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, കുക്കിയിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഫയലിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്തോളും. ഓക്കെ, ഇതാണ് കുക്കീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് കാഷസ്. ഓക്കെ, കാഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുക്കീസ് പോലെ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി ആണുള്ളത്. കുക്കീസ് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രിഫറൻസസ്, നമ്മുടെ ബിഹേവിയർ, അതായത് നമ്മുടെ ഒരു ഓൺലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ യൂസർ നെയിം, നമ്മുടെ പാസ്വേഡ്, നമ്മൾ ഏതൊക്കെ പേജിലേക്കാണ് പോകുന്നത്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുക്കീസ് സേവ് ചെയ്യുക. കാഷസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് പേജിനെ കുറിച്ചിട്ട്, അതായത് ആ വെബ് പേജിനെ തന്നെ സേവ് ചെയ്യുന്നതാണ് കാഷസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന പേജുകൾ HTML CSS HTML വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ വെബ് പേജുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും ആ ഫേസ്ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിലൊരു ബ്ലൂ കളർ ഉണ്ടാവും, പിന്നെ യൂസർ നെയിം നടിക്കാനുള്ളത് ഉണ്ടാവും, പാസ്വേഡ് നടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. അതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് CSS. അപ്പോൾ ഇങ്ങനെയുള്ള വെബ് പേജിനെ തന്നെ എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ജിമെയിൽ എടുത്തിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു, അപ്പോൾ സേവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതെന്തായി വരും, അത് നമ്മുടെ ഏത് സിസ്റ്റത്തിലാണോ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ മാത്രമേ വരുള്ളൂ. നിങ്ങൾ വേറെ സിസ്റ്റത്തിൽ പോയിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ സേവ് ചെയ്തത് വരില്ല. നമ്മൾ ഏത് സിസ്റ്റത്തിലാണോ ഇരിക്കുന്നത് ആ സിസ്റ്റത്തിലെ വെബ് ബ്രൗസറിലായിരിക്കും ഇത് സേവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ കുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുക്കീസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പയർ ആവും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത് എന്തായിട്ടുണ്ടാവും, എക്സ്പയർ ആയി പോയിട്ടുണ്ടാവും. അത് എന്താ അതിന്റെ ഫയലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ക്യാഷസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്പയർ ആവില്ല, നമ്മൾ പോയിട്ട് തന്നെ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്ലിയർ ചെയ്യണം. അതാണ് കുക്കിന്റെയും ക്യാഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ക്യാഷസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ നിങ്ങൾ ആമസോണിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യണം, ഫസ്റ്റ് ടൈം നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ വിസിറ്റ് ചെയ്തതിന് ശേഷം ആ പേജിനെ കൊണ്ടുപോയിട്ട് ക്യാഷസിൽ കൊണ്ടുപോയി സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ക്യാഷ് എന്ന് നമുക്ക് എന്ത് ചെയ്യും, ലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ കുക്കിംഗ് ക്യാഷസ് ഒക്കെ വരുന്നതുകൊണ്ടുള്ള നമുക്കുള്ള ഉപകാരം. കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് കുക്കീസും ക്യാഷസും വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് പറയാൻ കാരണം ഇത് വെബ് ബ്രൗസറിൽ തന്നെയാണ് ഈ ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫയലൊക്കെ സേവ് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവുക. ഇനി ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ബ്രൗസറിനൊക്കെ മാനേജ് ചെയ്യാന്നുള്ള, അതായത് നമുക്ക് വെബ് ബ്രൗസേഴ്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കുക്കീസ് ഉണ്ട്, ക്യാഷസ് ഉണ്ട്, നമ്മുടെ ഹിസ്റ്ററി ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസറിന് ഇടയ്ക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിന്റെ യൂസേജ് ഒക്കെ ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിന്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സിൽ പോവുക, പ്രൈവസിയിൽ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് +Y ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് നമ്മുടെ ബ്രൗസറൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രൈവസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മൾ ഇതുപോലെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തു, ഇപ്പോൾ വേറെ ആൾ വന്ന് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യണം, ആൾക്ക് എന്തായി ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രൈവസിക്ക് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റം ഇപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഒരു
എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഒരു വെബ് ബ്രൗസർ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം, ഈ കാണുന്നില്ലേ ഈ 3 ഡോട്ട്, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ക്രോമിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ബ്രൗസിംഗ് ഹിസ്റ്ററി, നമ്മൾ ഇതുവരെയും ബ്രൗസ് ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ കുക്കീസ്, ഇപ്പം നമ്മൾ പറഞ്ഞ കുക്കീസ്, അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ യൂസർ നെയിം, പാസ്വേഡ്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണോ. ക്യാഷ്ഡ് ഇമേജസ് ആൻഡ് ഫയൽസ്, അതായത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സൈറ്റുകൾ, അതിൽ കുറേ ഇമേജസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ടിക്ക് ഇട്ടുകൊണ്ട് ഡിലീറ്റ് ഡാറ്റ കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും. ക്ലിയർ അല്ലേ? ഇതാണ് ബ്രൗസറിന്റെ സെറ്റിംഗ്സ് വന്നിട്ടാ. വെബ് ബ്രൗസറിന്റെ സെറ്റിംഗ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഡോട്ടിൽ പോയാൽ മതി. ബ്രൗസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാ പാസ്വേഡ് ഓട്ടോ ഫില്ല് ചെയ്യുക, അതിന്റെ ഹിസ്റ്ററി, ഡൗൺലോഡ്, ബുക്ക് മാർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബുക്ക് മാർക്ക് ചെയ്തിട്ടില്ല മൈക്രോസോഫ്റ്റ് എഡ്ജിന്റെ കേസിൽ, ഇപ്പൊ കണ്ട ഇവിടെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതാണ് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അത് DC അതിന്റെ നിങ്ങൾ എന്താ അറ്റൻഡൻസ് ഷീറ്റ്, ഇങ്ങനെ ഓരോന്ന് ബുക്ക് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് എന്താണ് ഡൗൺലോഡ് മാനേജർ. ഡൗൺലോഡ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഇന്റർനെറ്റിൽ നിന്നൊക്കെ എളുപ്പത്തിൽ എന്തെങ്കിലും ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് മാനേജർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് മാനേജർ എന്ന സോഫ്റ്റ്വെയർ ഇല്ലാതെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പാട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. ഈ ഡൗൺലോഡ് മാനേജറിന്റെ സോഫ്റ്റ്വെയറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഡൗൺലോഡ് ചെയ്യണതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകേണ്ടി വന്നു, അപ്പൊ നമുക്കത് പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഡൗൺലോഡ് മാനേജർ. അതുപോലെ സ്പീഡി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഫയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഫയൽസ്, ഒരുപാട് ഫയൽസ് ഒരേ സമയം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് മാനേജർ. അതിന്റെ എക്സാമ്പിൾ ആണ് ഫ്രീ ഡൗൺലോഡ് മാനേജർ, അതുപോലെ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ?